ഫ്രണ്ട്സ്, എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജാൻമണിയെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അപ്സരയാണ്. എന്താണ് അപ്സര പറഞ്ഞത്? നല്ല കാര്യമാണ്, ചീത്ത കാര്യമാണ്? കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ജാൻമണിയുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവാർഡ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ചടങ്ങി നമ്മുടെ ജിൻഡോ, അഭിഷേക്, ജഗദീപ്, നിഷാന ഇവരോടൊപ്പം നമ്മുടെ അപ്സരയും പോയിട്ടുണ്ട്. അപ്പോൾ അപ്സര ജാൻമണിയെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ നേരത്തെ ഓരോ സ്റ്റേജിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിൽ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതലും പരിചയപ്പെട്ടത്. നല്ലൊരു സൗഹൃദബന്ധമാണ്. ജാൻമണി ജെനുവൻ ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് അപ്സര പറയുന്നത്. പിന്നെ അപ്സര പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ഫ്രണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല പോസിറ്റീവ് കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട്. അതാണ് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ്. അല്ലാതെ ഒരാളുടെ പോസിറ്റീവ് മാത്രമല്ല പറയുന്നത്, ഞങ്ങൾ നെഗറ്റീവ് പോസിറ്റീവ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് എന്ന് പറയും. അതാണ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അത് നല്ലൊരു കാര്യമാണ് എന്നും അപ്സര പറയുന്നുണ്ട്. പിന്നെ അപ്സര പറയുന്നുണ്ട്, ജാൻമണി ചേച്ചിയെ ഞാൻ കൂടുതൽ എൻ്റെ സഹോദരിയെ പോലെയാണ്. തിരിച്ച് ജാൻമണി ചേച്ചിക്ക് അങ്ങനെയാണ്, സിസ്റ്റർ ഒരു റിലേഷൻഷിപ്പാണ് ഞങ്ങൾക്കിടെ. ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എൻ്റെ പല കാര്യങ്ങളിലും ജാൻമണി ചേച്ചി എനിക്ക് എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവും പറഞ്ഞു തരാറുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സൗഹൃദബന്ധം നല്ല സൗഹൃദബന്ധമാണ്, ജെനുവനായിട്ടുള്ള സൗഹൃദം എന്നും നിലനിൽക്കും എന്നും നമ്മുടെ അപ്സര പറയുന്നുണ്ട്. പിന്നെ അപ്സര പറയുന്നുണ്ട്, ജാൻമണി ചേച്ചിയുടെ ഇത് തന്നെ വരാൻ സാധിച്ചതിന് വളരെ സന്തോഷമാണ്. ഇല്ലെങ്കിൽ ജാൻമണി ചേച്ചിയുടെ സ്വഭാവം ചേങ്ങളെ വിളിച്ച് വൈകുന്നേരം ചീത്ത വിളിക്കുക, അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വെച്ച് വന്നതാണ്. പിന്നെ വരാൻ കുറച്ച് ലേറ്റായി, അത് വേറെ ഒന്നുമല്ല, ജാൻമണി ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങളെല്ലാം ഒരുങ്ങിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ ട്രാഫിക്കിൻ്റെ ഈ പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ വരാൻ ലേറ്റായത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക എന്നും നമ്മുടെ അപ്സര പറയുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാമല്ലോ, ജാൻമണി ഇവരെല്ലാം അപ്സര ഇവരെല്ലാം ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ പരിചയപ്പെട്ടത്, അടുത്ത് ഇടപഴകാൻ തുടങ്ങിയതൊക്കെ. പക്ഷെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ വളരെ ജെന്യുവനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ആരും ശത്രുക്കൾ അല്ലാതിരിക്കട്ടെ. എന്നാലും എന്തിനാണ് ബിഗ് ബോസ് കഴിഞ്ഞ് പിന്നെ എന്തിനാണ് ശത്രുതയൊക്കെ? അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം നല്ല സൗഹൃദത്തിൽ ഏർപ്പെട്ടിരിക്കട്ടെ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.